ഹായ് മക്കളെ, നമ്മുടെ ബയോളജിയിലെ 3 കിടിലൻ ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി സെറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ്, പിന്നെ സുവോളജിയിൽ വരുന്ന 2 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തും. സോ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് കവറായി. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊഡ്യൂൾ എക്സാം. കാരണം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിനകത്തുള്ള 3 ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മൊഡ്യൂൾ എക്സാമിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടണിയിൽ വരുന്നതാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതിന്റെ ഡയഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നൊരു ചാപ്റ്റർ ആണ്. അതിപ്പോൾ ബയോളജിയിലുള്ള ഏതൊരു ചാപ്റ്റർ എടുത്താലും ഡയഗ്രാംസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് പഠിച്ച് ഓരോ പോയിന്റ്സും വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി അങ്ങനെ കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ എല്ലാം ബേസിസിൽ വേണം നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. അത് നമുക്ക് മൊഡ്യൂൾ എക്സാം നടക്കുന്നത് എങ്ങനെയാണോ നമ്മുടെ ഫൈനൽ എക്സാം ഉണ്ടാകുക അതേ ഫോർമാറ്റിൽ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പിന്നെ 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓഫ് കോഴ്സ് കേസ് സ്റ്റഡി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതുപോലെ ലാസ്റ്റ് വരുമ്പോൾ ഒരു 5 മാർക്സിന്റെ എക്സേ ക്വസ്റ്റ്യൻ ഉണ്ടാകും. സോ ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 70 മാർക്കിന്റെ എക്സാം ആണ്. അതുപോലെ ടൈം എന്ന് പറയുന്നത് സാധാരണ ഉള്ളതുപോലെ തന്നെ 3 hours ആയിരിക്കും. ഇനി അടുത്തൊരു ഡൗട്ട് നിങ്ങൾക്ക് വരിക, എന്നാണ് ഈ എക്സാം എന്നായിരിക്കും അല്ലെ. ഈ എക്സാം നടക്കാൻ പോകുന്നത് ജൂൺ 1-ാം തീയതിയാണ്, രാവിലെ 10 മണിക്ക്. ഈവനിങ് അതിന്റെ ഡിസ്കഷനും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും കിടിലമായിട്ട് പഠിച്ച് ഈ ഫസ്റ്റ് മൊഡ്യൂൾ എക്സാം അടിപൊളിയായിട്ട് എഴുതുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.